അങ്ങനെ നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യം അതിൻ്റെ സിഗ്നൽ ഞാൻ നോട്ടീസ് ചെയ്തത് നമ്മളുടെ ഓർഡിനൻസ് ഫാക്ടറികളിലെ ലീവ് കേന്ദ്ര സർക്കാർ ക്യാൻസൽ ചെയ്തു. ലോങ് ലീവ് എല്ലാം ക്യാൻസൽ ചെയ്തു. ഷോർട്ട് ലീവ് 1-2 ദിവസത്തെ ലീവുകൾ മാത്രം സാങ്ഷൻ ചെയ്യും. ബാക്കി ആർക്കും ലീവ് സാങ്ഷൻ ചെയ്യില്ല. അതായത് നമ്മുടെ ആയുധ ഫാക്ടറികൾ 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. വെടിക്കോപ്പും പടക്കോപ്പുമൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ. അതിൻ്റെ പത്ര റിപ്പോർട്ടിൽ സർക്കാർ പറഞ്ഞത് കുറച്ച് ഓവർലോഡ് ഫോറിൻ ഓർഡേഴ്സൊക്കെ പെൻഡിങ് ഉണ്ട്, അത് വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. എന്നാൽ സ്ഥിരീകരിക്കാത്ത, പേര് വെളിപ്പെടുത്താനാകാത്ത വ്യക്തികൾ പറഞ്ഞു ഇത് പുതിയ സിറ്റുവേഷൻ കൊണ്ട് ഉണ്ടായ ഒരു തീരുമാനമാണ്. യുദ്ധത്തിനുള്ള തുടക്കമാണെന്ന് അവരും പറയുന്നില്ല. സാഹചര്യം അനുസരിച്ചെടുത്ത ഒരു തീരുമാനമാണ്. എന്തുമായിക്കോട്ടെ, അത് യുദ്ധത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് ഞാൻ കാണുന്നു. പിന്നീട് വന്ന വാർത്തയാണ് മെയ് 7-ാം തീയതി എല്ലാ സംസ്ഥാനങ്ങളോടും മോക്ക് ഡ്രിൽ നടത്താൻ ഹോം മിനിസ്ട്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ പൊതുജനങ്ങൾ പെരുമാറേണ്ടതെങ്ങനെ, ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, വിദ്യാർത്ഥികൾ എങ്ങനെ പെരുമാറണം, എന്തെല്ലാം ചെയ്യണം, ഒരു ബോംബാക്രമണം ഉണ്ടായാൽ അതിൻ്റെ സൈറൺ മുഴങ്ങിയാൽ അതിൻ്റെ ഒച്ച എങ്ങനെയിരിക്കും, ഇതൊന്നും കേട്ട് ആർക്കും ശീലമില്ലല്ലോ. ഇപ്പോൾ എന്നെപ്പോലെ പ്രായമായവർക്ക് ഒരുപക്ഷെ 1965 പാകിസ്ഥാൻ യുദ്ധം, 1971 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, പിന്നീട് 99 കാർഗിൽ യുദ്ധം. കാർഗിൽ യുദ്ധമാണ് കുറച്ചെങ്കിലും വിസിബിളായിരുന്ന യുദ്ധം. അന്നത്തേക്ക് TV അത് ഇതൊക്കെ കുറേശ്ശെ വന്നിരുന്നു. എന്നാൽ പോലും സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, ഇത്ര വലിയ കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഭാരതീയരിൽ ഭൂരിഭാഗവും യുദ്ധം എന്തെന്ന് അറിഞ്ഞുകൂടാത്തവരാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് യുദ്ധം ഇപ്പം തുടങ്ങി, എന്താണെന്ന് കയറി അങ്ങ് അടിക്ക് എന്നൊക്കെ പറയുന്നത്. കാരണം ഇതിൻ്റെ കോൺസിക്വൻസസിനെ പറ്റി ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. യുദ്ധം വളരെ കോസ്റ്റ്ലിയായ ഒരു ഏർപ്പാടാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ ഭാഗത്തും ഉണ്ടാകും. പാകിസ്ഥാൻ വെറുതെ ഇരിക്കും എന്ന് വിചാരിക്കരുത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നും വിചാരിക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ പോലും ഒരു അടി നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടുമല്ലോ. ഇത് താങ്ങാൻ നമുക്ക് കരുത്ത് വേണ്ടേ? ഇതിന് കാശ് വേണ്ടേ? ഒരു ദിവസത്തെ യുദ്ധത്തിൻ്റെ ചിലവ് എത്രയാണെന്നാണ് നമ്മളുടെ വിചാരം? ഒറ്റ ദിവസത്തെ ഡീസൽ മാത്രം കണക്ക് കൂട്ടി നോക്കിയാൽ മതിയല്ലോ. കപ്പലിനും വിമാനത്തിനും ഒക്കെ അടിക്കുന്ന ഡീസൽ, മിസൈലുകൾക്ക് വേണ്ട ഫ്യൂവൽ. മിസൈലിൻ്റെ പ്രത്യേകത, ഇത് നേരത്തെ ഫ്യൂൽ ചെയ്ത് നിർത്താൻ പറ്റില്ല. എല്ലാ മിസൈലും നേരത്തെ തന്നെ ഫ്യൂൽ ചെയ്ത് റെഡിയാക്കി ആ സമയത്ത് വിടാമെന്ന് വെച്ചാൽ എപ്പോൾ വിടാൻ. അപ്പോൾ വിടുന്നതിന് കുറച്ച് മുമ്പായിട്ട് മാത്രമേ മിസൈലിലൊക്കെ ഫ്യൂവൽ നിറയ്ക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രായോഗികമായ ഒരുപാട് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് യുദ്ധത്തിന്. അതേസമയം നമുക്ക് ഉറി പോലെയോ ബാലാക്കോട്ട് പോലെയോ ഒരു ലിമിറ്റഡ് സ്ട്രൈക്ക് നടത്താനാണെങ്കിൽ ഈ പഹൽഗാം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ വേണമെങ്കിൽ തിരിച്ചടിക്കാമായിരുന്നു. ബട്ട് അതല്ല നമ്മളുടെ പ്ലാൻ എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇത്തവണ നമ്മളുടെ തീരുമാനം, എൻ്റെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച്, ഇനി ഒരു പാകിസ്ഥാൻ വേണ്ട എന്നാണ്. ഈ യുദ്ധത്തോടുകൂടി പാകിസ്ഥാൻ 4ആയിട്ട് ചെതറിത്തെറിക്കണം. ബലൂചിസ്ഥാൻ, സിന്ധ്, പഞ്ചാബ്, ഖൈബർ പഖ്തൂൺഖ, ഇങ്ങനെ 4ആയിട്ട് പാകിസ്ഥാൻ ചെതറും. ആ അവസ്ഥ അവിടെ ഉണ്ട് ഇൻറ്റേർണലി. അത് മറച്ചു പിടിക്കാനും കൂടെയുള്ളൊരു തത്രപ്പാടിലാണ് ഈ പഹൽഗാം സംഭവം പാകിസ്ഥാൻ ഓർഗനൈസ് ചെയ്തത്. ബട്ട് പാകിസ്ഥാൻ വിചാരിച്ച പിന്തുണയൊന്നും അവർക്ക് കിട്ടുന്നില്ല. നമ്മളുടെ ഇങ്ങേര് മാത്രം യുട്രസ് ചേട്ടൻ ഇങ്ങനെ ഒരു തമാശ. UN ജനറൽ സെക്രട്ടറി അങ്ങേരിപ്പോഴും പറയുന്നത്, അല്ലല്ല അത് നിഷ്കളങ്കരെ കൊന്നത് തെറ്റായിപ്പോയി, പക്ഷേ നിങ്ങൾ സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഏതായാലും ആ മനുഷ്യൻ്റെ വാക്കിന് വിലയൊന്നുമില്ല.
ഇന്നിപ്പോൾ ഞാനീ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ UN സെക്യൂരിറ്റി കൗൺസിൽ കൂടുന്നുണ്ടാവും. എന്താണെങ്കിലും ശരി, ഭാരതത്തിന് തിരിച്ചടിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കും. അപ്പോൾ കഴിഞ്ഞ ബാലാക്കോട്ട് തന്നെ പുൽവാമയുടെ മറുപടി ആയിരുന്നല്ലോ. അന്ന് നമ്മുടെ വിങ് കമാൻഡർ അഭിനന്ദൻ അവരുടെ കയ്യിൽ പെട്ടു. 12 രാജ്യങ്ങളാണ് പാകിസ്ഥാനെ വിളിച്ച് പറഞ്ഞത് അഭിനന്ദനെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ 9 മിസൈലുകളാണ് ഇന്ത്യ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് താങ്ങാനാവില്ല, നിങ്ങൾ പ്രിപ്പയർഡ് അല്ല പാകിസ്ഥാൻ, അതുകൊണ്ട് മര്യാദയ്ക്ക് ആ വിങ് കമാൻഡറെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ ഫ്രാൻറ്റിക്കലി നരേന്ദ്രമോദിയെ വിളിക്കാൻ ശ്രമിച്ചു. നരേന്ദ്രമോദി ഫോൺ അറ്റൻഡ് ചെയ്തില്ല. നരേന്ദ്രമോദി എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. മറ്റ് രാജ്യങ്ങളിലെ ഊഹമാണ് 9 മിസൈലുകൾ ഒരുമിച്ചായിരിക്കും പാകിസ്ഥാനിൽ വീഴുക എന്നുള്ളത്. ആ ഊഹം അവർ പാകിസ്ഥാനോട് പറഞ്ഞു, വേണ്ടാതിനത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ക്രൈസിസ് അങ്ങനെ ഒഴിവായി. അതുപോലെ ഒരു അടിക്കടി എന്നുള്ള രീതിയിൽ കൊടുക്കണമെങ്കിൽ ഇത്ര വലിയ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. ഓർഡിനൻസ് ഫാക്ടറിയിൽ ലീവ് ക്യാൻസൽ ചെയ്യുക, ഇപ്പോൾ നാടെങ്ങും മോക്ക് ഡ്രില്ല് നടത്തുക. ഇതുകൂടാതെ നമ്മളുടെ അകത്തെ പ്രശ്നമാണല്ലോ വലിയ പ്രശ്നം. പാകിസ്ഥാനെയും ചൈനയൊക്കെ നമുക്ക് തടുത്ത് നിർത്താം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ അകത്ത് കിടക്കുന്ന കൃമികീടങ്ങളെ എന്ത് ഹാൻഡിൽ ചെയ്യും? ഇത് വലിയൊരു തലവേദനയല്ലേ? അപ്പോൾ അകത്തുള്ളൊരു ആറ്റം ബോംബാണ് ആദ്യം മോദി കയറി ഡിഫ്യൂസ് ചെയ്തത്. അതായിരുന്നു കാസ്റ്റ് സെൻസസ്. കാസ്റ്റ് സെൻസസിൻ്റെ കോൺസിക്വൻസസ് എന്തുമായിക്കോട്ടെ, ആ ഒരു ആറ്റം ബോംബ് നമ്മുടെ ഭാരതത്തിനകത്ത് രാഹുൽ ഗാന്ധിയും കൂട്ടരും പൊട്ടിക്കുമായിരുന്നു. നമ്മൾ പാകിസ്ഥാനുമായിട്ടൊരു സീരിയസ് കോൺഫ്ലിക്റ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ജാതി കലാപമുണ്ടാക്കാനായിട്ട് ഈ സാങ്കല്പികമായ ജാതി സെൻസസ് എന്ന ആയുധം രാഹുൽ ഗാന്ധി ഉപയോഗിക്കും. കോൺഗ്രസ്സുകാർ അതിന് കൂട്ടുനിൽക്കും. ഇപ്പം തന്നെ കോൺഗ്രസ്സുകാരുടെ പ്രഖ്യാപനങ്ങളൊക്കെ കേട്ട് നോക്ക് നിങ്ങൾ. ഈ വേണ്ടാതിനൊക്കെ ഇപ്പോഴും അങ്ങേര് അവിടെ ഇവിടെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിരുന്നു പറയുന്നു, രാമൻ മിത്താണ്, സിഖുകാരെ കൊല്ലുമ്പോൾ ഞാനുണ്ടായിരുന്നില്ല, എനിക്കതിൽ ഉത്തരവാദിത്വം. ഇങ്ങനെയൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നു. പാകിസ്ഥാനെ പറ്റി ഒരു അക്ഷരം അങ്ങേർക്ക് പറയാനില്ല. അകത്തോ നമ്മളുടെ ഇങ്ങേര് സിദ്ധരാമയ്യ പറയുന്നു യുദ്ധമൊന്നും ചെയ്യരുത്, അവിടെയൊക്കെ ഉള്ളത് മനുഷ്യരല്ലേ. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് യുദ്ധത്തിന് അനുകൂലികളല്ല. അതേസമയം വെല്ലുവിളിക്കുകയും ചെയ്യും. എന്താ മോദി തിരിച്ചടിക്കാത്തത്? ഞങ്ങളെ സപ്പോർട്ട് പ്രഖ്യാപിച്ചില്ലേ? നിങ്ങളെ സപ്പോർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് മോദി കൂടുതൽ കരുതലോടെ മുന്നോട്ട് നീങ്ങുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിനെ വിശ്വസിക്കാൻ നിർവാഹമില്ല. മഹാത്മാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ് ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. സംശുദ്ധ രാജ്യദ്രോഹികളുടെ കൂട്ടുകെട്ടായിട്ട് മാറിയിരിക്കുന്നത്. അവരുടെ അജണ്ട തീരുമാനിക്കുന്നത് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ഇരിക്കുന്ന അവരുമൊക്കെ ആയിട്ട് ബന്ധം പുലർത്തുന്ന സാം പിട്രോഡ അവരൊക്കെയാണ്. ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി നമ്പർ ഇറക്കിയില്ലേ, അതിൻ്റെയൊക്കെ അനന്തരഫലം എന്തായിരിക്കും എന്നറിയാമോ? നമ്മുടെയൊക്കെ കയ്യിലുള്ള 55% കയ്യിൽ വയ്ക്കുക, 45% സ്റ്റേറ്റിന് ഭരണകൂടത്തിന് സറണ്ടർ ചെയ്യുക, ഇങ്ങനത്തെ ഭ്രാന്തൻ ഐഡിയയും ഒക്കെ ആയിട്ടാണ് ഇവർ നടക്കുന്നത്. ജാതി സെൻസിന് ശേഷം പിന്നെ ചെയ്യാൻ പോകുന്നത് അതൊക്കെയാണ്. ഇപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമായി, നരേന്ദ്രമോദി ആ ആയുധം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തിരിക്കുന്നു. രാജ്യം ഒരു അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോംബ് താൻ കയ്യിൽ വയ്ക്കേണ്ട, അത് ഞാൻ കയ്യിൽ വെച്ചോളാം, എന്നിട്ട് എപ്പോൾ പൊട്ടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കാം. അടുത്ത സെൻസസിൻ്റെ കൂടെ നമുക്ക് ജാതി സെൻസസ് എടുക്കാവുന്നേ. ജാതി സെൻസസ് 2011 എടുത്തതല്ലേ. എന്നിട്ട് എന്ത് പറ്റി? 70,000 പാരാമീറ്റേഴ്സാണ് മാച്ച് ചെയ്യാനുള്ളത്. നീതി ആയോഗിൽ ആ കടലാസുകളെല്ലാം കെട്ടിക്കിടപ്പുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 2011 എക്കണോമിക് കം കാസ്റ്റ് കം മറ്റേ കം മറിച്ച കം സർവേ എന്ന് പറഞ്ഞ് ചെയ്തതാണ്. എങ്ങും എത്തിയില്ല. എന്താണെന്നീ പറയുന്നത്? 46 ലക്ഷം ജാതികളാണ് ഭാരതത്തിലുള്ളതായിട്ട് റെക്കോർഡിൽ വന്നിരിക്കുന്നത്. 46 ലക്ഷം ജാതി. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇതും വെച്ചുകൊണ്ട്? അപ്പോൾ അതുകൊണ്ട് ആ സാധനം, ആ ആയുധം മോദി വാങ്ങിച്ച് കയ്യിൽ വെച്ചു. ഇത് ഞാൻ സമയം വരുമ്പോൾ ഞാൻ ചെയ്തോളാം, ചേട്ടന് ഇത് ചെയ്യണമെന്നല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തു തരാം, തൽക്കാലം ഈ വടി എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങി. അതോടെ കോൺഗ്രസ്സിന് പിന്നെ ഒന്നും ചെയ്യാനില്ലാതായി. അല്ലെങ്കിൽ ഉറപ്പാണ് കോൺഗ്രസ് ഒരു ആഭ്യന്തര കലാപം കൂട്ടുമായിരുന്നു. ഈ വഖഫുകാരില്ലേ, അവരെയും കൂട്ടിക്കൊണ്ട് വലിയ ബഹളം വയ്ക്കുമായിരുന്നു. ഇപ്പോൾ വഖഫ് നടങ്ങിയത് എന്താ? അവർ ബ്ലാക്ക് ബാഡ്ജൊക്കെ കെട്ടി
ആദ്യം പാകിസ്ഥാനെതിരെ ഒരു പ്രസംഗമൊക്കെ നടത്തി, പിന്നെ വഖഫ് സംരക്ഷണം എന്ന് പറഞ്ഞ്. കേരളത്തിൽ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. കേരളത്തിലെ സമസ്തക്കാർ ആരാണ്ടൊക്കെ കൂടിയിട്ട് ഭീമമായ വലിയൊരു റാലിയൊക്കെ നടത്തി. അതിൽ പാകിസ്ഥാനെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. മിണ്ടാൻ അവർക്ക് ഉദ്ദേശവുമില്ല. കാരണം അവർ പാകിസ്ഥാൻ ഇന്ത്യ വാണ് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സ്വർഗരാജ്യം കിട്ടുമെന്നാണ് ഇവരുടെ വിചാരം. ഇവിടെ നിന്ന് പാകിസ്ഥാനിൽ പോയവരുടെ ഗതി നമുക്കറിയാമല്ലോ. ഇതുമായിക്കോട്ടെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരുടെ തലയിൽ അത് കയറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനത് പലപ്പോഴും എന്തിന് പറയണം എന്ന് വരെ വിചാരിക്കാറുണ്ട്. നമുക്ക് ഈ യുദ്ധത്തിലേക്ക് തിരിച്ചു വരാം. 1971 ഇതുപോലൊരു ഏപ്രിലാണ് ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ ആക്രമിക്കാൻ തീരുമാനിച്ചത്. ക്യാബിനറ്റ് തീരുമാനമായിരുന്നു. പിന്നീട് പുറത്തു വന്ന കഥകളാണ് ഇതെല്ലാം കേട്ടോ. ക്യാബിനറ്റ് തീരുമാനം അന്ന് ചീഫായിരുന്ന മനേക്ഷായെ അറിയിച്ചു. സാം മനേക്ഷ, SHFJ മനേക്ഷ, അദ്ദേഹമായിരുന്നു അന്ന് ചീഫ്. അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം അനങ്ങിയില്ല. ഇന്ദിരാഗാന്ധി നേരിട്ട് വിളിച്ചു. പാകിസ്ഥാനെ ഏറ്റവും വേഗം ആക്രമിക്കണം. മനേക്ഷ പറഞ്ഞു സാധ്യമല്ലെന്ന്. എന്തായി പറയുന്നത്? മാരം വേണമെങ്കിൽ എൻ്റെ റെസിഗ്നേഷൻ വാങ്ങിച്ചോളൂ, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എപ്പോൾ ചെയ്യും? എനിക്ക് തോന്നുമ്പോൾ ചെയ്യും. ഇതായിരുന്നു. ഐ വിൽ അറ്റാക്ക് പാകിസ്ഥാൻ വെൻ ഐ ഫീൽ ഇറ്റ് അപ്രോപ്രിയേറ്റ്. എന്ത് ചെയ്യും? ഇന്ദിരയൊന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് പ്രിപ്പറേഷൻ തുടങ്ങിയ മനേക്ഷ 1971 ഡിസംബർ 3 കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒരേപോലെ അടിച്ച് നാശമാക്കി വിട്ടത്. അങ്ങനെ ബംഗ്ലാദേശ് പിറന്നു. നമ്മൾ പിടിച്ച ആൾക്കാരെ, രാഷ്ട്രീയ തീരുമാനമാണ്, പിടിച്ച ആൾക്കാരെ തിരിച്ചു കൊടുത്തു. പിടിച്ച സ്ഥലവും ഇന്ദിരാഗാന്ധി തിരിച്ചു കൊടുത്തു. എന്തിനാണ് ആ സിംല എഗ്രിമെൻ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഇതൊക്കെ സംഭവിച്ചു. ബട്ട് തീരുമാനം പട്ടാളത്തിൻ്റെയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഇപ്പം ചെയ്തിരിക്കുന്നത്, അദ്ദേഹമായിട്ട് ഡേറ്റും സമയമൊന്നും തീരുമാനിച്ചില്ല. അദ്ദേഹം പട്ടാളത്തിന് ആ തീരുമാനം വിട്ടുകൊടുത്തു. ഇന്ദിരാഗാന്ധിക്ക് നിസ്സഹായാവസ്ഥയിൽ വിട്ടുകൊടുക്കേണ്ട തീരുമാനം മോദി ഗ്രേസ്ഫുള്ളി അങ്ങ് വിട്ടുകൊടുത്തു. തിരിച്ചടിക്കണം, അതെപ്പോൾ അടിക്കണം, എങ്ങനെ അടിക്കണം, എവിടെ അടിക്കണം, ഇതെല്ലാം നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് പുറത്തു വരികയും ചെയ്യുന്നു. ഇപ്പോൾ 2 സ്റ്റെപ്പായി. ഓർഡിനൻസ് ഫാക്ടറിയിലെ ലീവ്, പിന്നെ സംസ്ഥാനങ്ങളിലെല്ലാം മോക്ക് ഡ്രിൽ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, അമർനാഥ് യാത്ര ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് അടുത്ത ഇൻഡിക്കേഷനായിരിക്കും യുദ്ധത്തോട് അടുക്കുന്നു എന്നുള്ളത്. അതുകൂടാതെ അസാധാരണമായ പട്ടാള ട്രക്കുകളുടെ നീക്കം, ഇതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. നാഷണൽ ഹൈവേയിലൂടെ ഒരു 10-300 പട്ടാള ട്രക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കുക, യുദ്ധം കുറച്ചുകൂടെ അടുത്തായി. ട്രെയിനുകൾ ചിലപ്പോൾ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്യും. നമ്മുടെ ലോക്കൽ ട്രെയിനല്ല, ഈ വേണാട്, അത് ഇത്, വന്ദേ ഭാരത്, അതൊന്നുമല്ല. ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ് അത് പട്ടാളത്തിൻ്റെ ആവശ്യത്തിലായിട്ട് മുന്നറിയിപ്പില്ലാതെ ക്യാൻസൽ ചെയ്തു എന്ന് വരും. ഇതെല്ലാം യുദ്ധത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുകയല്ല. ബി കൂൾ ആൻഡ് കമ്പോസ്ഡ്. യുദ്ധത്തിന് അതിൻ്റെ നാശങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ കേരളം എന്ന് പറയുന്നത് ഒരു അതിർത്തി സംസ്ഥാനമാണ്. അറബിക്കടലാണ് പടിഞ്ഞാറ് വശം. 1971 പാകിസ്ഥാൻ എറണാകുളത്ത് വെല്ലിംഗ്ടൺ ഐലൻഡിൽ ബോംബ് ഇട്ടതാണ്, പൊട്ടിയില്ലെന്നേ ഉള്ളൂ. Don't think that Pakistan cannot fly up to Kochi or Trivandrum. They are capable of doing that. We are capable of preventing them also. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധം പെട്ടെന്ന് തീരും എന്ന് പ്രവചിക്കാനും വയ്യ. 3 ദിവസം കൊണ്ട് ഉക്രൈനെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞിട്ടാണ് പുടിൻ ഇറങ്ങി പുറപ്പെട്ടത്. നടന്നോ? 72 മണിക്കൂർ കൊണ്ട് ഗസ തവിടുപൊടിയാക്കി ഹമാസിനെ തീർത്ത് കളയും എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടത്. നടന്നോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിനൊരു നെഗറ്റീവ്, ഇയാളെ ഈ നിരാശ പ്രചരിപ്പിക്കുക, അങ്ങനെ വിചാരിക്കരുത്. യാഥാർത്ഥ്യബോധം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇൻ എ പോസിബിൾ ഇവൻച്വാലിറ്റി ഓഫ് ആൻ എലോങ്ങേറ്റഡ് വാർ, രാജ്യസ്നേഹമുള്ള പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് മാനസികമായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. നമ്മളുടെ സാധനങ്ങളുടെ വില കൂടിയെന്ന് വരും, നമ്മളുടെ സ്കൂളോ കോളേജോ അടഞ്ഞു കിടന്നു എന്ന് വരും, നമ്മളുടെ ആശുപത്രികൾ ഓവർ ക്രൗഡഡായി എന്ന് വരും.
അതിനെയെല്ലാം സമചിത്തതയോടെ ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ നമുക്ക് കഴിഞ്ഞാലേ നമ്മളുടെ രാജ്യത്തിന് വിജയിക്കാനാവുള്ളൂ. ഈ യുദ്ധം നമുക്ക് വിജയിച്ചേ പറ്റൂ. വിജയമല്ലാതെ നമുക്ക് മറ്റൊരു ടാർഗറ്റും മുന്നിലില്ല. അതിന് തയ്യാറെടുക്കുക. താങ്ക് യു.